ചോദ്യം UDFിൻ്റെ പ്രതിനിധിയോടാണ്. ഞാൻ ഈ മണ്ഡലത്തിലൊരു വോട്ടറും കൂടിയാണ്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാണ് ഓണപ്പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയത്. ആ സമയത്ത് UDFിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പറഞ്ഞത് ഓണം നേരത്തെ ആയതുകൊണ്ടാണ് പാഠപുസ്തകം ഇല്ലായിരുന്നത് എന്നാണ് അന്ന് UDFിൻ്റെ മന്ത്രി പറഞ്ഞത്. ആ ഘട്ടത്തിൽ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് 2011 മുതൽ 2015 വരെ കേരളം ഭരിച്ച ഒരു ഗവൺമെൻറ് വീണ്ടും അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് ഈ യുവജനങ്ങൾ വോട്ട് ചെയ്യണോ? അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്ന മുണ്ടേരി സ്കൂളിൽ കണ്ടിട്ട് മുണ്ടേരി സ്കൂളിലെ വികസനത്തിന് വോട്ട് ചെയ്യണോ? അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച അതിന് അവസരമൊരുക്കിയ ഒരു ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യണമെന്ന് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ചോദിച്ചാൽ UDFിൻ്റെ പ്രതിനിധി എന്തു പറയും? അതാണ് എൻ്റെ ചോദ്യം. ഷമാസ്, നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ കാര്യം ഇപ്പോൾ ഈ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇവിടെ അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഉദാഹരിച്ചത്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പുരോഗമനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ക്യാമറയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സൊക്കെ വളരെ ആധുനിക രീതിയിലുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് 8ാം ക്ലാസ്സിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചത് ഏത് സ്കൂളിലാണെന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും വ്യക്തതയില്ല. ഞാനും ഏതാണ്ട് അതേ കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പഠിച്ചു വന്ന ആളാണ്. ഞങ്ങളാരും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ട ഗതികൾ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങളും പഠിച്ചിട്ടുള്ളത്. ഞങ്ങളൊന്നും ഫോട്ടോസ്റ്റാറ്റ് എടുത്തല്ല എന്തായാലും സ്കൂളിൽ പഠിച്ചത്. അദ്ദേഹം ഏത് സ്കൂളിലാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെയോ ഭരിക്കുന്ന മന്ത്രിയുടെയോ മാത്രം പുരോഗതിയല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള സാങ്കേതിക വിദ്യകളുടെയും അത്യാധുനിക സൗകര്യങ്ങളുടെയും ഭാഗമായിട്ടുണ്ടാകുന്ന പുരോഗതിയാണ്. അടിസ്ഥാനപരമായി കൂടുതൽ വേഗത്തിൽ അച്ചടിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതിനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാകും. അതൊക്കെ ചെയ്തിട്ട് ഇതാ പാഠപുസ്തകം ഇങ്ങനെ നേരത്തെ വിതരണം ചെയ്യലാണ് വിദ്യാഭ്യാസ രംഗത്തെ മേന്മ എന്ന് പറയുന്നതിലല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ആ മേന്മയൊന്നും ഞങ്ങൾ പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ പാഠപുസ്തകങ്ങൾ നേരത്തെ ലഭിക്കുക, യൂണിഫോം ലഭ്യമാക്കുക, അതൊക്കെ ഒരു വിഷയം തന്നെയല്ലേ? അല്ല, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തത് ഞങ്ങൾ ആരും തെറ്റു പറഞ്ഞതാ, നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി, വിതരണം ചെയ്യാൻ പാടില്ല എന്നല്ലല്ലോ. ഏറ്റവും അടിസ്ഥാനപരമായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാഠപുസ്തകമായാലും എല്ലാ സൗകര്യങ്ങളും നേരത്തെ ഉണ്ടാകണം തന്നെയാണ്. എന്റെ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ ആ ജാഗ്രത ഇല്ലാത്തത്, ആ വേഗത ഇല്ലാത്തത്? ഈ പറഞ്ഞ യൂണിഫോം വിതരണവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള പരാതികൾ എന്തുകൊണ്ടാണ് ഉയർന്നു വരുന്നത്? ഈ പാഠപുസ്തകം തന്നെ കഴിഞ്ഞ വർഷം എന്തുകൊണ്ടെന്നാ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ തെരഞ്ഞെടുപ്പ് വർഷം അല്ലാത്തത് കൊണ്ടാണോ നേരത്തെ പ്രഖ്യാപിക്കാതെ നേരത്തെ കൊടുത്തു തീർക്കാതിരുന്നത്? അങ്ങനെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉള്ള ചില ഗിമ്മിക്കുകൾക്കപ്പുറത്തേക്ക് സർക്കാരിനെ സംബന്ധിച്ച് പാഠപുസ്തക വിതരണത്തിനെന്നല്ല ഒരു വിതരണത്തിലും അടിസ്ഥാനം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉച്ചക്കഞ്ഞി നൽകുന്ന കാര്യത്തിൽ പോലും ഒരു തരിമ്പ് ആത്മാർത്ഥത കാണിക്കാത്ത ഈ ഗവൺമെന്റിന് ചോറ് ശരി, ഞങ്ങൾ കുടിച്ച ഒരു അനുഭവത്തിൽ തന്നെ പറഞ്ഞു ചോറാണ്. ചോറും ഈ പറഞ്ഞ എല്ലാ സംവിധാനവും ഉണ്ട്. HMമാരോടൊന്ന് ചോറൊന്ന് പോയി പറഞ്ഞു നോക്കിയേ, അവര് ഏത് ഭാഷയിലാ തെറി പറയാന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ പണം കൊടുക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ പണം കൊടുക്കാതെ HMമാരുടെ പോക്കറ്റ് കാലിയാവുന്ന അവർ ലോൺ എടുക്കേണ്ടി വരുന്ന രീതിയിലേക്ക് ഈ സാഹചര്യം കൊണ്ട് നിർത്തിച്ചിട്ട് ഇതാ ഞങ്ങൾ പുസ്തകം കൊടുത്തു എന്ന് പറഞ്ഞ് മേനിയടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല.